തടവ് അന്താരി നാഷണൽ പാർക്കിൽ ഇങ്ങനെയാണ്. വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാവും ടൈഗർ സൈറ്റിംഗ് കിട്ടിയാൽ. എന്നാലും എല്ലാ വണ്ടിയിലുമുള്ള വൈൽഡ് ലൈഫ് പ്രേമികൾക്കും സൈറ്റിംഗ് കിട്ടുമെന്നുള്ളതാണ്. സ്വന്തം ടെറിട്ടറിയിൽ തന്നേക്കാൾ ശക്തനായ ഒരു കടുവ വന്ന് തൻ്റെ ടെറിട്ടറി കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം മക്കളെ സംരക്ഷിക്കാനായി പോരാടുന്ന ചോട്ടിത്താര എന്ന അമ്മയുടെയും റോഡിലൂടെ കളിച്ചു നടക്കുന്ന ആ അമ്മയുടെ 2 കടുവ കുട്ടികളും യമണ്ടൻ ഇന്ത്യൻ വൈൽഡ് കോറും ക്രൊക്കഡൈലും ഒക്കെയായി ഒരു കിടിലൻ സഫാരി. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. മഹാരാഷ്ട്രയിലെ തടോവ അന്താരി നാഷണൽ പാർക്കിലെ ഏറ്റവും ഫേമസ് ആയ കോർ സോണാണ് മൊഹാള്ളി സോൺ. ഈ മൊഹാള്ളി സോണിലെ ഗേറ്റിൽ നിന്നുമാണ് സഫാരി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈവനിങ് സഫാരിയാണ് ബുക്ക് ചെയ്തത്. ഈവനിങ് സഫാരി ടൈം എന്ന് പറയുന്നത് 2 മണി മുതൽ 6 മണി വരെയാണ്. മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്ത ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചതിന് ശേഷം അവരവിടെ നമുക്ക് വണ്ടി അലോട്ട് ചെയ്യും. തടോവ നാഷണൽ പാർക്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു എയർപോർട്ടിൻ്റെ ലുക്കാണ് കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ സഫാരിക്ക് പോകാനായിട്ട് ഇതുപോലത്തെ ക്രൂയിസർ വണ്ടിയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പണ്ട് ഇവിടെ ക്യാൻഡർ ഫെസിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ക്രൂയിസർ വണ്ടികളാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്രൂയിസർ വണ്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാൻഡർ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ഭംഗിയിൽ സൈറ്റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സഫാരിക്കാർക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ സേഫ്റ്റി പ്രിക്കോഷൻസും എല്ലാം പരിഗണിച്ചിട്ടാണ് ക്യാൻഡർ മാറ്റിയിട്ട് ഇതുപോലത്തെ ക്രൂയിസർ വണ്ടികളാക്കിയത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെ ചെക്കിംഗ് ഉണ്ടാവും കേട്ടോ. പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുകയില്ല. വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ലഭ്യമാണ്. തിരിച്ച് വരുമ്പോൾ വാട്ടർ ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ 100 രൂപ തിരികെ നൽകുവേ. അങ്ങനെ നമ്മുടെ സഫാരി കറക്റ്റ് 2 മണിക്ക് തന്നെ ആരംഭിക്കുന്നുള്ളതാണ്. ഇവിടെ വേറെയുള്ള നാഷണൽ പാർക്ക് പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല കേട്ടോ. 5 മിനിറ്റ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഓഫ്ലൈനിലായിട്ട് ക്യൂ നിൽക്കുന്ന ആർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ വണ്ടി ഇന്നാകുമെന്നുള്ളതാണ്. തടോവ നാഷണൽ പാർക്കിലെ സഫാരിയിൽ മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മൊബൈൽ നമ്മുടെ കയ്യിൽ നിന്ന് അവർ മേടിച്ച് ഒരു പെട്ടിയിലിട്ട് വെക്കുക. സഫാരിക്ക് ശേഷം അത് തിരികെ നൽകും. സഫാരിയിലെ ക്യാമറ കൊണ്ടുപോകാനായിട്ട് പറ്റുക 250 രൂപയാണ് ഒരു ക്യാമറയുടെ ചാർജ് വരുന്നത്. അങ്ങനെ സഫാരി സ്റ്റാർട്ട് ചെയ്ത് ഗൈഡ് തടോവയെ കുറിച്ചുള്ള ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ആദ്യത്തെ സൈറ്റിംഗ് ദ ബാർക്കിംഗ് ഡിയർ. നോർമലി അധികം നേരമൊന്നും ഇവർ സൈറ്റിംഗ് തരാറില്ല. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ കാടിനുള്ളിലോട്ട് കയറിപ്പോവും. ഏറ്റവും ചെറിയ മാനുകളിൽ ഒന്നായി ഇവ കേഴമാൻ എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. സഫാരിയുടെ കാഴ്ചയോടൊപ്പം തന്നെ തടോവയുടെ കുറച്ച് ഹിസ്റ്ററിയിലോട്ട് പോകാം. തടോവ അന്താരി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രപൂർ ജില്ലയിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചിരുന്ന തടോവ അല്ലെങ്കിൽ താരു എന്ന ദൈവത്തിൽ നിന്നാണ് തടോവ എന്ന പേരുണ്ടായതെന്നാണ് അറിയപ്പെടുന്നത്. കാടിന്റെ ഉൾക്കാടുകളിൽ താമസിച്ചിരുന്നവരായിരുന്നു ഈ ഗോത്രവർഗ്ഗക്കാർ. അന്താരി എന്നത് തടോവ കാടുകളിലെ ഒരു പുഴയാണ്. താരു എന്ന ഗ്രാമത്തലവൻ ഒരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും അങ്ങനെ താരുവിനെ അവിടുത്തെ ആദിവാസികൾ ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ സഫാരികളിലും കോമൺ ആയിട്ട് സൈറ്റിംഗ് തരുന്ന ഒരാളാണ് ഈ സാമ്പാഡിയർ. ശ്രദ്ധിച്ച് നോക്കിയാലായിട്ട് പറ്റുമേ. അമ്മ സാമ്പാഡിയർ പോകുന്നത് കണ്ടോ? ജിപ്സിക്ക് മുന്നേ ആയിട്ട് അതിസൂക്ഷ്മതയോടുകൂടിയാണ് പോകുന്നത്. അതിൻ്റെ കുറച്ച് പുറകിലായിട്ടാണ് ഈ കുഞ്ഞ് സാമ്പാഡിയറിനെ കൊണ്ടുപോകുന്നത്. അത് വേറൊന്നും കൊണ്ടുമല്ല, അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. മുന്നിൽ വല്ല പ്രൊഡേറ്റേഴ്സ് വല്ലതും ഉണ്ടോ, അവരുടെ സ്മെല്ല് വല്ലതും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ കൂടെ കൊണ്ടുപോകുന്നത് നോക്കിക്ക്. തടോവ അന്താരി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ ബാംബൂസ് ട്രീസ് ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. ഈ ബാംബൂസ് ട്രീസ് 40 വർഷത്തിൽ ഒരിക്കലാണ് ഇതുപോലെ ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് വീണ്ടും അത് വരുന്നത്. അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയത് ഒരു ഭീമൻ കാട്ടുപോത്താണ് കേട്ടോ. ഇന്ത്യൻ വൈൽഡ് കോർ. കാട്ടുപോത്തെന്നും കാട്ടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നല്ല സൈസുള്ള ഇവന്മാരുടെ മസിൽ കണ്ടിരിക്കാൻ എന്താ രസമല്ലേ. വന്നൊന്ന് തട്ടിയാൽ നമ്മുടെ ജിപ്സി മറിച്ചിടാനുള്ള ആരോഗ്യം ഉണ്ടെന്നുള്ളതാണ് ഇവയ്ക്ക്. പശു കുടുംബത്തിലെ ഏറ്റവും വലിയ ഇനമാണ്. പൊതുവെ ആക്രമിക്കാറൊന്നും ഇല്ലെങ്കിലും ദേഷ്യം വന്നാൽ ഇവന്മാർ വേറെ ലെവലാണ് കേട്ടോ. തടോവ അന്താരി നാഷണൽ പാർക്കിൽ മൃഗങ്ങളോടൊപ്പം തന്നെ നിരവധി പക്ഷികളും ഉണ്ടെന്നുള്ളതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പക്ഷികളെ സ്നേഹിക്കുന്നവർക്കും ഇവിടുത്തെ സഫാരി ബെസ്റ്റാണ്. വിവിധ തരത്തിലുള്ള സ്റ്റോക്കുകളുടെ ഒരു കൂട്ടത്തെ തന്നെ കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നോക്കിക്കേ. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ ചെവികളിലേക്ക് ടൈഗർ സൈറ്റിംഗ് എന്നുള്ള ശബ്ദം വന്നു. നോക്കിക്കേ, വണ്ടികളുടെ ഒരു നീണ്ട നിര തന്നെയാണ്. നമ്മുടെ വണ്ടി ഏറ്റവും ലാസ്റ്റായിട്ടാണുള്ളത്. കണ്ടപ്പോൾ വിചാരിച്ചു മിക്കവാറും ഇന്ന് സൈറ്റിംഗ് ഒന്നും കിട്ടില്ല എന്ന്. കാരണം അത്രയ്ക്കും തിരക്കായിരുന്നു. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ തിരക്ക്. ഇവിടുത്തെ സാധാരണ കാഴ്ചയാണെന്നാണ് ഡ്രൈവറും കേടും പറഞ്ഞത്. കുറച്ചു നേരം കണ്ടതിന് ശേഷം എല്ലാ വണ്ടിക്കാരും അവർ മാറിത്തരുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒരു വിധത്തിൽ ക്യാമറ സൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന പരുവത്തിലെത്തി. നോക്കിക്ക് ഒരു അമ്മക്കടുവ മുന്നിലായിട്ട് നടക്കുന്ന, അതിൻ്റെ പുറകെ 2 കപ്സും. എന്താ രസമല്ലേ.
കപ്സിലെ എൻ്റെ സഫാരിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നേരം കണ്ട ജിപ്സിക്കാരെ നിയന്ത്രിക്കാനായിട്ട് ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസർ ഇതായി ഇറങ്ങി അവരുടെ വണ്ടി അവിടെ നിർത്തുക അല്ലെങ്കിൽ പുറകോട്ട് വിടുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കും കാണാനുള്ള ഭാഗ്യം കിട്ടിയത് കേട്ടോ. ഈ ചോട്ടിത്താര എന്ന് പറഞ്ഞ ഈ ഫീമെയിൽ ടൈഗർസിൻ്റെ ടെറിറ്ററിയിൽ വേറെ ഒരു ടൈഗർ വന്ന് 2 ദിവസം മുന്നേ ഫൈറ്റിംഗ് ഒക്കെ നടന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ അമ്മ ടൈഗറിനെ നോക്കിക്ക് അവശയായിട്ടാണ് ഇരിക്കുന്നത്. ഭക്ഷണമൊന്നും കഴിച്ചിട്ട് 2-3 ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ അമ്മ ടൈഗറും കപ്സും ഏകദേശം 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം സൈറ്റിംഗ് തന്നു എന്നുള്ളതാണ്. 2 കപ്സിനെയും തൊട്ടടുത്ത് കാണാനുള്ള ഭാഗ്യം കിട്ടി. നോക്കിക്ക് ഒരാൾ ആ വെള്ളത്തിലിറങ്ങി കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കയറിപ്പോയിരുന്നു. 1 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള 2 കപ്സാണ് കേട്ടോ. ടൈഗർ സൈറ്റിംഗ് കിട്ടിയപ്പോൾ നമ്മുടെ വണ്ടി ഏറ്റവും പുറകിലായിരുന്നുകൊണ്ട് തന്നെ ഇത്രയും അടുത്ത് സൈറ്റിംഗ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്താണേലും ആ ഫോറസ്റ്റിൻ്റെ ഓഫീസർ കണ്ട വണ്ടിക്കാരെയൊക്കെ തിരിച്ചു വിടുകയും അവിടെ നിർത്തുകയും പുറകിലുണ്ടായ വണ്ടിക്കാർക്ക് അവസരം തന്നതിനാൽ മാത്രമാണ് ഇത്രയും കിടിലൻ വിഷ്വൽസ് കിട്ടാൻ ഭാഗ്യം ലഭിച്ചത്. അതിലൊരു ഡൗട്ടും ഇല്ല. അമ്മ ടൈഗർ കുറച്ച് മുന്നിലായിട്ടാണുള്ളത്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം 2 കപ്സും വെള്ളത്തിൻ്റെ അവിടെ നിന്നും റോട്ടിലോട്ട് വന്നു. തൊട്ടു മുന്നിലുള്ള ജിപ്സിയുടെ ഫ്രണ്ടിലൂടെ ക്രോസ് ചെയ്ത് റോട്ടിൽ കൂടെ പിന്നെ നടപ്പായി. എല്ലാ ജിപ്സിയിലുള്ള സഫാരിക്കാർക്ക് ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ടൈഗർ സൈറ്റിങ്ങിൽ എപ്പോഴും നമുക്ക് ഇതുപോലെ റോട്ടിൽ കിട്ടുക കഴിഞ്ഞാലാണ് കൂടുതൽ നല്ല വിഷ്വൽസ് കിട്ടാറ്. അല്ലെങ്കിൽ കാടിനുള്ളിലും പുല്ലിൻ്റെയൊക്കെ മറവിലായിട്ട് വരുമ്പോൾ വിഷ്വൽസ് അത്ര ക്ലിയർ ആകാറില്ല. എനിവേ 2 കപ്സും അമ്മ ടൈഗറും വിഷ്വൽസ് തന്നത് മണിക്കൂറുകളോളമാണ്. തടോബ അന്താരി നാഷണൽ പാർക്കിലെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഇപ്പം മിക്ക ടൈഗേഴ്സിനും കുട്ടികളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സൈറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വിത്ത് കപ്സിൻ്റെ കൂടെയുള്ള സൈറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഈ ചെളിക്കുണ്ട് കണ്ടില്ലേ, ഇവിടെ അമ്മ ടൈഗറും കപ്സും ഒക്കെ ആദ്യം കുറേ നേരം കിടന്നിരുന്നു. ആദ്യം കണ്ട ജിപ്സിക്കാർക്കൊക്കെ ഇതിൽ ഈ ചെളിക്കുണ്ടിൽ കിടന്നു ഉരുളുന്ന അമ്മ ടൈഗറിനെയും കപ്സിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടി. അമ്മ ടൈഗറിൻ്റെ അടുത്ത് വന്ന് കുശലങ്ങളൊക്കെ അന്വേഷിക്കാൻ ചെന്നാണ്. എന്നാൽ അമ്മ ടൈഗർ ഒന്ന് പേടിപ്പിച്ച് വിട്ടെന്ന് തോന്നുന്നു. തീരെ അവശയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അമ്മ ടൈഗർ. ഈ ചോട്ടിത്താരയുടെ ഈ ടെറിറ്ററിയിൽ വേറെ ഏതൊരു പുതിയ കടുവ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടെറിറ്ററി ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ഫൈറ്റ് ചെയ്തിരുന്നു എന്നും ക്ഷീണിതയായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നേരാന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു. അത് നോക്കിക്ക് വളരെ അവശയായിട്ടാണ് കേട്ടോ അമ്മ ടൈഗർ. പൊതുവെ മീറ്റിംഗ് ടൈമിൽ മാത്രമാണ് ഒരു മെയിൽ ടൈഗറും ഫീമെയിൽ ടൈഗറും ഒരുമിച്ച് ഒരു ടെറിറ്ററിയിൽ കാണപ്പെടാറ്. ഒരു പെൺകടുവയുടെ ടെറിറ്ററി ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 25-30 കിലോമീറ്റർ ഏരിയയാണ്. എന്നാൽ ഒരു ആൺകടുവയുടെ ടെറിറ്ററി ഏരിയ എന്ന് പറയുന്നത് 40-45 കിലോമീറ്ററോളം വരുമെന്നുള്ളതാണ്. അവരുടെ ഇരയെ കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് കൂട്ടാനും കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഒരു മെയിൽ ടൈഗറിന് അണ്ടറിൽ 3 അല്ലെങ്കിൽ 4 ഫീമെയിൽ ടൈഗേഴ്സ് വരെ വരാറുണ്ട്. മേറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്വന്തം കുട്ടികളെ പോലും കടുവകൾ കൊല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ കപ്സ് ഉള്ളപ്പോൾ ഫീമെയിൽ ടൈഗർ പൊതുവെ മെയിൽ ടൈഗറിൽ നിന്നും മാറി നിൽക്കാറുണ്ട്. സ്വന്തം മക്കളെ ഏകദേശം 2 അല്ലെങ്കിൽ 3 വയസ്സ് വരെ വളർത്തിയതിന് ശേഷമായിരിക്കും പിന്നെ മേറ്റിങ്ങിനായിട്ട് അവർ പോകാറ്. കടുവയും കടുവക്കുട്ടികളും ഒക്കെയുള്ള കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതേ മുന്നേ കണ്ട കാട്ടുപോത്താണോ എന്ന് അറിയില്ല, അതേപോലെ ഇരിക്കുന്നതിന് വേറൊരു സാധനം വഴിയുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കണം. നോട്ടം നോക്കിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണേലും ഉമ്മാരുടെ സൈസ് ഒന്ന് പറയേണ്ടത് തന്നെ കേട്ടോ. എന്താ സൈസ് അല്ലേ. നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയും തമിഴ്നാടിൻ്റെയൊക്കെ കാടുകളിൽ ഉള്ളതുപോലെ തന്നെ ഈ മഹാരാഷ്ട്രയിൽ ഈ തടോബ അന്താരി നാഷണൽ പാർക്കിലും ഇന്ത്യൻ വൈൽഡ് ഗോറുകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇന്ത്യൻ വൈൽഡ് ഗോറിന് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇതാ ഒരു യമണ്ടൻ ക്രൊക്കഡൈൽ. എന്താ സൈസ് അല്ലേ. ഈവനിങ്ങിൽ ഇളം വെയിൽ കൊള്ളാനായിട്ട് കരയിൽ കയറി നിൽക്കുവാൻ തോന്നുന്നു. ഗൈഡ് പറഞ്ഞത് സാധാരണ കുമാർ ഇങ്ങനെ കരയിൽ കയറി നിൽക്കാറില്ല, നിങ്ങളുടെ ഭാഗ്യം എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കിടിലൻ വിഷ്വൽസ് കിട്ടി. മാർഷ് ക്രൊക്കഡൈൽ അല്ലെങ്കിൽ മഗർ ക്രൊക്കഡൈൽ എന്നിത് അറിയപ്പെടുന്നു. അങ്ങനെ ഈവനിങ് സഫാരിയുടെ ടൈം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്.
ഈ തടോബൽ ഈ സഫാരിയിൽ ഏകദേശം 4 മണിക്കൂറുള്ള ഈ സഫാരിയിൽ 2 മണിക്കൂറോളം ഇതുപോലുള്ള റോഡുകളിലൂടെയാണ് കേട്ടോ സഫാരി. ഇത് നോക്കിക്കേ, ഈ ട്രീയുടെ പേരാണ് കേട്ടോ ഗോസ്റ്റ് ട്രീ. ഓരോ സീസൺ അനുസരിച്ചിട്ടും കളർ ചേഞ്ച് ആകുന്ന ഈ മരം രാത്രിയിൽ വെട്ടമടിച്ചു കഴിഞ്ഞാൽ തിളങ്ങുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് ഗോസ്റ്റ് ട്രീ എന്നറിയപ്പെടുന്നത്. അങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇത് റോഡ് ക്രോസ് ചെയ്തു പോകുന്ന ഭീമൻ കാട്ടുപോത്ത്. കാട്ടിലൂടെയുള്ള സഫാരിയിൽ എല്ലാ കാടുകളിലും ഉള്ളതുപോലെ തന്നെ മൃഗങ്ങൾക്കാണ് കേട്ടോ പ്രയോറിറ്റി ഫസ്റ്റ്. മൃഗങ്ങളെ വഴി സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സൈഡിൽ നിർത്തി കൊടുക്കണം എന്നുള്ളതാണ്. അവയെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. തടോബ നാഷണൽ പാർക്കിലെ സഫാരി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൺലൈനിൽ ടിക്കറ്റ് കിട്ടാൻ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഓൺലൈൻ ബുക്കിങ്ങിനായിട്ട് mytadoba.mahaforest.government.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാനായിട്ട് പറ്റുമേ. ഏകദേശം ജിപ്സി സഫാരിക്ക് വരുന്നത് 6000 തൊട്ട് 8000 വരെ ചാർജ് വരാറുണ്ട്. ഞാൻ പോയ ഈ ക്രൂയിസർ സഫാരിക്കായിട്ട് ഏകദേശം നമുക്ക് ഒരാളുടെ ചാർജ് വരുന്നത് വെറും 530 അല്ലെങ്കിൽ 40 രൂപ ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ഉള്ളൂ എന്നാണ്. ചന്ദ്രപൂരിലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇന്ന് ഇവിടെ വരാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയാലും എയർപോർട്ട് ആയാലും നിയറസ്റ്റ് വരുന്നത് നാഗ്പൂരാണ്. നാഗ്പൂരിൽ നിന്ന് ബസ്സിന് 3 മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ ഈ തടോബയിൽ എത്താനായിട്ട് പറ്റും. 1955 തടോബ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. അങ്ങനെ തടോബ അന്താരി നാഷണൽ പാർക്കിലെ ഈവനിങ് സഫാരി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സഫാരിക്ക് കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോൾ ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ സ്പോട്ടഡ് ഡിയറിൻ്റെ അതുപോലെ പീകോക്കിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റുക. ഇതാ ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ. ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ച ഇദ്ദേഹത്തിന് ഏകദേശം 200-ലധികം പക്ഷിമൃഗാദികളുടെ സൗണ്ട് ഇടാൻ പറ്റുമെന്നുള്ളതാണ്. ഒന്ന് കേട്ട് നോക്കിക്കേ, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. ऐसा यहाँ पे हमारा शो रहता है. 1 മണിക്ക് സഫാരിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ഓഡിറ്റോറിയം പോലെ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരന് കിട്ടിയ അവാർഡുകളും എല്ലാം ഇവിടെ ചുമരിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം 3/4 മണിക്കൂറുള്ള ഈ പുള്ളിയുടെ ഷോയിൽ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഈ സഫാരിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും കയറിയിട്ട് ഈ ചേട്ടൻ്റെ കഴിവുകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ആളോട് ബൈ ബൈ പറഞ്ഞ് ഈവനിങ് സഫാരിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ നിന്ന് നേരെ പോയത് റൂമിലോട്ടാണ്. ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മൊഹാലി ഗേറ്റിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂമുകൾ 1500 മുതൽ 4000 വരെയുള്ള റൂമുകൾ അവൈലബിൾ ആണ്. ഫുഡ് വേണ്ടിയവർക്ക് ഫുഡും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഹോംലി ഫുഡാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റൊക്കെ ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഒപ്പം തന്നെ ഇവരോട് മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ ഇവർ തന്നെ സഫാരിക്കുള്ള ടിക്കറ്റും ബുക്ക് ചെയ്ത് തരുമെന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ക്രൂയിസർ ജീപ്പിനുള്ള സഫാരി ബുക്കിംഗ് ചെയ്യണതിൽ ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ല. ഓഫ്ലൈനിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഇവർ 200-300 എക്സ്ട്രാ മേടിച്ചാൽ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആവുമെന്നുള്ളതാണ്. ഇനി മോർണിംഗിലെ സഫാരിയാണ് അടുത്ത ദിവസം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം സ്റ്റേ ട്യൂൺഡ്. നെക്സ്റ്റ് മോർണിംഗ് സഫാരിയിലെ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.